ഗൂഗിൾ വീണ്ടും ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു AI ടൂൾ കൊണ്ടുവന്ന് ഡെവലപ്പേഴ്സിനെ ഡിസൈനേഴ്സിനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഗൂഗിളിന്റെ സ്റ്റിച്ച്. നമുക്ക് ഇംഗ്ലീഷിൽ AIനോട് പ്രോംപ്റ്റ് ചെയ്ത് കൊടുത്ത് വെബ്സൈറ്റിനോ മൊബൈൽ ആപ്പിനോ വേണ്ടിയുള്ള ഡിസൈൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുമ്പോൾ അതിന്റെ പ്ലാനിങ് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ലക്ഷങ്ങൾ മുടക്കി അല്ലെങ്കിൽ നല്ല സമയം സ്പെൻഡ് ചെയ്ത് വരച്ചെടുക്കുന്ന ഡിസൈൻസ് ആണ് ഇപ്പൊ AI നമുക്ക് സിമ്പിൾ ആയിട്ട് ജനറേറ്റ് ചെയ്ത് തരുന്നത്. അപ്പൊ ഡിസൈനേഴ്സിന് ഒരു ഡൗട്ട് ഉണ്ട് AI നമ്മുടെ ജോലി കൊണ്ടുപോകുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്റ്റിച്ച് എങ്ങനെയാണ് നമുക്ക് പെർഫെക്റ്റ്ലി യൂസ് ചെയ്യാമെന്നും അതിൽ ഓരോ ഫീച്ചേഴ്സ് ആണ്. നമ്മൾ ഇന്നൊരു മൊബൈൽ ആപ്പിന്റെ ഡിസൈനിങ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു വെബ്സൈറ്റിന്റെ ഡിസൈനിങ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സ് മീ ജോബിൻ സൽവാനോസ് ആൻഡ് വെൽക്കം ടു പ്രോട്ടോടൈപ്പ്. നമുക്ക് ആദ്യം തന്നെ ഗൂഗിളിൽ സ്റ്റിച്ച് എന്നൊന്ന് സെർച്ച് ചെയ്യാം. സ്റ്റിച്ച് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ആദ്യം നമുക്ക് വരുന്ന റിസൾട്ട് കാണാൻ പറ്റും. stitch.withgoogle.com എന്ന് പറഞ്ഞ ലിങ്ക്, അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതിനെ നമുക്ക് വൈബ് ഡിസൈനിങ് എന്നൊക്കെ പറയാം, കാരണം വൈബായിട്ട് കോഡ് ചെയ്യുന്നതാണല്ലോ വൈബ് കോഡിങ്. ഇത് വൈബ് ഡിസൈനിങ് ആണ്. നമുക്കിപ്പോൾ സ്റ്റിച്ച് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു ഇന്റർഫേസിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെയാണ് നമ്മൾ പ്രോംപ്റ്റ് എൻ്റർ ചെയ്യാനുള്ളത്. AIനോട് ഇംഗ്ലീഷിൽ സംസാരിച്ച് നമുക്ക് എന്താണ് വേണമെന്ന് നമുക്ക് സംസാരിക്കാനുള്ള ഏരിയ. താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊബൈൽ ആപ്പ് സെലക്ട് ചെയ്യാൻ പറ്റും, വെബ് സെലക്ട് ചെയ്യാൻ പറ്റും. വെബ് സെലക്ട് ചെയ്താൽ വെബ്സൈറ്റ് ആയിരിക്കും, ആപ്പ് സെലക്ട് ചെയ്താൽ മൊബൈൽ ആപ്പിന് വേണ്ടിയുള്ള ഡിസൈൻസ് ആയിരിക്കും ജനറേറ്റ് ചെയ്യുക. വലതുവശത്തോട്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ AI മോഡൽസ് മാറ്റാൻ പറ്റും. ഞാനിപ്പോൾ എന്തായാലും ഒരു പ്രോംപ്റ്റ് കൊടുക്കാം. ക്രിയേറ്റ് എ ആപ്പ് ഫോർ ഫിറ്റ്നസ്. ഇത്രയും ബേസിക് ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ AI മോഡലൊക്കെ മാറ്റാൻ പറ്റും. ഫസ്റ്റത്തത് 3 ഫ്ലാഷ് ഉണ്ട്. ഇതെല്ലാം ഗൂഗിളിന്റെ ജെമിനി മോഡലാണ്. താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3.1 Pro ഉണ്ട്. അതിലായിരിക്കും മാക്സിമം റീസണിങ്, അതായത് AI കൂടുതൽ നേരം ചിന്തിച്ച് മനസ്സിലാക്കിയൊക്കെ ചെയ്യുന്നത്. ബട്ട് ഇപ്പോൾ ഒരു സിമ്പിൾ ആപ്പ് ആയതുകൊണ്ട് 3 ഫ്ലാഷ് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. താഴെ വേറെയും മോഡൽസ് ഉണ്ട്. ഇപ്പം റീഡിസൈൻ ഉണ്ട്. നമുക്ക് സ്ക്രീൻഷോട്ടൊക്കെ അപ്ലോഡ് ചെയ്ത് ആൾറെഡി ഉള്ള ഡിസൈനിനെ സെറ്റാക്കി എടുക്കാം. പിന്നെ നമുക്ക് ഐഡിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള സൊല്യൂഷൻസ്. അത് നല്ല കോംപ്ലക്സ് ഡിസൈനൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഐഡിയേഷൻ യൂസ് ചെയ്ത് ഐഡിയേറ്റ് ചെയ്ത് ഡിസൈനിലോട്ട് എത്താന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പം ഞാൻ 3 ഫ്ലാഷ് തന്നെ ചൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ആപ്പാണ് ജനറേറ്റ് ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ ഒരു പ്രോസസ്സ് കാണാം. ഇത് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്കിപ്പോൾ AI തിങ്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും AI ചിന്തിക്കുന്നുണ്ടോ? അത് അതിനെപ്പറ്റി നമ്മൾ ആൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരു റിസർച്ച് പേപ്പറിനെ ബേസ് ചെയ്ത്. അപ്പോൾ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം കണ്ടുപോയിക്കോ. ഇപ്പം നമുക്കിവിടെ കാണാൻ പറ്റും ഏതൊക്കെ പേജാണ് ക്രിയേറ്റ് ചെയ്യാനുള്ളതെന്ന് ഇതൊരു തീരുമാനം എടുത്തു തുടങ്ങി. അതുപോലെ എനിക്കൊരു ഡിസൈൻ സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പ്രൈമറി ഈ കളറാണ് ചൂസ് ചെയ്യേണ്ടത്. ഇതൊക്കെ ഡിസൈനേഴ്സ് ആ ഒരു ബ്രാൻഡിനൊക്കെ അനുസരിച്ച് ചൂസ് ചെയ്യണ സാധനമാണ് കേട്ടോ. അതായത് പ്രൈമറിലി ആയിട്ട് ഈ കളറാണ് യൂസ് ചെയ്യാനുള്ളത്, സെക്കൻഡറി ഈ കളറ്, മൂന്നാമതായിട്ട് ഈ കളറാണ്, ഫോണ്ട് ഏത് യൂസ് ചെയ്യണം, അങ്ങനെ പല ഡിസിഷൻസും ഇത് എടുത്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്താണ്. അതുപോലെ തന്നെ ഐക്കൺസ്, എങ്ങനത്തെ ഐക്കൺസ് ആണ് യൂസ് ചെയ്യേണ്ടത്, അത് വെച്ച് നമുക്കൊരു സിസ്റ്റം ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊബൈൽ ആപ്പിന് വേണ്ടിയുള്ള സ്ക്രീൻസ് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഫാസ്റ്റായിട്ട് തന്നെ ജനറേറ്റ് ആവുന്നുണ്ട്. 5 സ്ക്രീൻസ് ഉണ്ട് ജനറേറ്റ് ആവാൻ. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമുക്കിവിടെ കാണാം ഓരോ ഏജന്റ് ഒന്ന് പണിയെടുക്കണത് നമുക്ക് കാണാം. നോർമലി ഇത് ഓരോ ഡിസൈനേഴ്സ് ഇരുന്ന് വരച്ച് ഉണ്ടാക്കേണ്ടതാണ്. എത്ര പെട്ടെന്നാണ് നമുക്കിത് ബിൽഡ് ചെയ്ത് തരുന്നതെന്ന് കണ്ടില്ലേ? നല്ല എസ്തെറ്റിക്കലി തന്നെ എന്ത് ഭംഗിയല്ലേ ഇത് കാണാൻ. ഇത്ര പെട്ടെന്ന് പണി ചെയ്യുന്ന ഡിസൈനേഴ്സ് പോലും കാണത്തില്ല നമ്മുടെ നാട്ടില്. നമുക്ക് പണിയെല്ലാം AI ചെയ്ത് തീർത്തിട്ടുണ്ട്. നമുക്ക് ഓരോ ഡിസൈൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് സ്ക്രീൻ ഒന്ന് നോക്കാം. നമുക്ക് ഇങ്ങനെ സൂം ചെയ്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും ഫസ്റ്റ് സ്ക്രീൻ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഈ നമ്പറും ഈ ഒരു ഡിസൈനും ആയിട്ട് കൊളാപ്സ് ആയി കിടപ്പുണ്ട്. അത് തമ്മിൽ തട്ടുന്നുണ്ട്. അതുപോലെ അതിന്റെ കളറും കൂടെ കാരണമാണ്. അത് നമുക്ക് പ്രോംപ്റ്റ് ചെയ്ത് ശരിയാക്കാന്നേ ഉള്ളൂ. താഴെ തന്നെ ഓരോ നമ്പേഴ്സ് കാണിക്കുന്നുണ്ട്. മൂവ്മെന്റ്, എത്ര കാലറി നമ്മൾ ബേൺ ചെയ്തു, എത്ര ടൈം എക്സസൈസ് ചെയ്തു, അങ്ങനെ പലതും കാണിക്കുന്നുണ്ട്. ഹാർട്ട് ബീറ്റ്, അങ്ങനെ പല മെട്രിക്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഡെയിലി റെക്കമെൻഡേഷൻ കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ ഹെൽത്ത് മോണിറ്ററിങ് കാണിക്കുന്നുണ്ട്. ഹാർട്ട് ബീറ്റ് ലൈവായിട്ട് കാണിക്കുന്നുണ്ട്. അവിടെ തന്നെ ആനിമേഷനും കാണാൻ പറ്റും, കണ്ടില്ലേ? ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ബ്ലഡ് ഓക്സിജൻ ലെവൽ, ഇപ്പം നമ്മൾ വാച്ചുമായിട്ടൊക്കെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ഈസിലി കിട്ടുന്നതാണ് ഒരു മൊബൈൽ ആപ്പിന്. പിന്നെ പല ട്രെൻഡ്സും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. വർക്കൗട്ട് ട്രാക്കിംഗ് കാണിക്കുന്നുണ്ട്. നമ്മളെ ഡയറ്റിനെ പറ്റി കാണിക്കുന്നുണ്ട്. നമ്മളിപ്പം ലഞ്ച് കഴിച്ചെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഇപ്പോൾ മീൽസ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് കഴിച്ചു എന്ന് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവക്കോടെയും എഗ് ബൗളൊക്കെ ആഡ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ വെള്ളം നമ്മൾ എത്ര കുടിച്ചു എന്നുള്ളതും ഇനി എത്ര നമ്മൾ കുടിക്കണം എന്നുള്ളതിനെ പറ്റിയൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മളിനി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ലോഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ പല ഫീച്ചേഴ്സായിട്ട് ആ ഡിസൈൻ നല്ല എൻ്റെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആ ഒരു പ്രശ്നമുണ്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞ, അത് നമുക്ക് ഫിക്സ് ചെയ്യാം. ഇതൊന്ന് ജസ്റ്റ് ആ ഒരു ഡിസൈനിലൊന്ന് ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ താഴെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രോംപ്റ്റ് ചെയ്യാം. 78%
എന്നൊരു ബേസിക് പ്രോംപ്റ്റ് കൊടുക്കുന്നുണ്ട്. അതിൽ ഞാൻ ഡിസൈനിങ്ങിനെ കുറിച്ച് ടെക്നിക്കലി ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഏതാണ്ടേ ഇവിടെ ഓരോ കാര്യങ്ങൾ നോക്കി ശരിയാക്കാനുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ കൊടുത്ത പ്രോംപ്റ്റിനനുസരിച്ച് നമുക്ക് ഇവിടെ ഈ പേജ് അപ്ഡേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഫിക്സ് ആയിട്ടുണ്ട്. മുമ്പത്തെ ഓവർലാപ്പിംഗ് ഇഷ്യൂ മാറിയിട്ടുണ്ട്. ഇനി എനിക്ക് ഈ പേജ് ഇഷ്ടപ്പെട്ടില്ലെന്ന് വെച്ചോ, ഇതിൻ്റെ വേറെ വേരിയേഷൻസ് കാണണമെന്ന് വെച്ചോ, ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു, ജനറേറ്റ് ക്ലിക്ക് ചെയ്യുന്നു, വേരിയേഷൻസ് ക്ലിക്ക് ചെയ്യുന്നു. വേരിയേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 വേരിയേഷൻ വരെ കൊടുക്കാം. അതിനുശേഷം എനിക്ക് ഇവിടെ വേണമെങ്കിൽ അഡീഷണൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ആപ്പിൾ സ്റ്റൈൽ പ്രോ ഡിസൈൻ വേണമെന്ന് വെച്ചോ, ആപ്പിൾ സ്റ്റൈൽ പ്രൊഫഷണൽ ഡിസൈൻ വേണമെന്ന് വെച്ചോ, ജസ്റ്റ് എന്തിലൊക്കെയാണ് എനിക്ക് ആ ഒരു വേരിയേഷൻ വരേണ്ടത്. ഇപ്പോൾ ലേഔട്ടിൽ വേരിയേഷൻ വന്നാൽ കൊള്ളാം, ഇമേജസിൽ വേരിയേഷൻ വന്നാൽ കൊള്ളാം, പിന്നെ ആ ഒരു കണ്ടന്റിലും വേരിയേഷൻ വന്നാൽ കൊള്ളാമെന്ന് വെച്ചോ. എന്നിട്ട് ജനറേറ്റ് വേരിയേഷൻ കൊടുത്താൽ ഈ ഒരു ഡിസൈനിൻ്റെ എന്താണ് ആ ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു 3 വേരിയേഷൻ ക്രിയേറ്റ് ചെയ്ത് തരും. ഇപ്പോൾ ആക്ച്വലി നടക്കണേന്ന് വെച്ചാൽ നമുക്ക് ഈ പണി ചെയ്തു തരുന്നതുകൊണ്ട് നമ്മളെ പണി എളുപ്പമാവുകയാണ്. ഇപ്പോൾ ഇത് ഡെവലപ്പേഴ്സ് ആയിക്കോട്ടെ, ഡിസൈനേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ പണി എളുപ്പമാവുകയാണ്. ഇനി എനിക്കൊരു ഐഡിയ ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മൊബൈൽ ആപ്പൊക്കെ ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഈസിയാണ്. ഡെവലപ്പേഴ്സിന് എളുപ്പത്തിൽ പണി ചെയ്യാൻ പറ്റും ഉള്ളതുകൊണ്ട്. എൻ്റെയർലി ഇത് സ്വന്തമായിട്ടൊന്നും ചെയ്യത്തില്ല. ഇപ്പം നമുക്ക് എന്താണ് വേണമെന്ന് പ്രോപ്പർലി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് എന്തൊക്കെ വേരിയേഷൻ വരണം. ഇപ്പോൾ ഓരോ ബിസിനസ്സിനും ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത് പല പല രീതിയിലാണ്. അത് കറക്റ്റ് മനസ്സിലാക്കി വർക്കൗട്ട് ചെയ്യുന്ന ഒരു ഡെവലപ്പർ അല്ലെങ്കിൽ ഡിസൈനറിനാണ് ഇനി അങ്ങോട്ട് ജോബും സാധ്യതകളെല്ലാം ഉള്ളത്. അപ്പോൾ പ്രോപ്പർലി യൂസ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ ഈ വേരിയേഷൻസ് ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നേരത്തെ വന്നിരുന്ന ഡിസൈൻ ഇങ്ങനെയാണ്, പക്ഷെ അതിന് പകരം വന്നിട്ടുള്ള ഡിസൈൻസ് ആണ് പല രീതിയിലും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് അത് നമുക്ക് നോക്കാം. ഇനി നമുക്കിതിലുള്ള ഒരു ഫീച്ചറാണ് പ്രെഡിക്റ്റീവ് ഹീറ്റ് മാപ്പ് ജനറേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഈ ഒരു പേജിൽ ഒരു യൂസർ നോക്കുമ്പോൾ എവിടെയാണ് ഫസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ ചാൻസ്, അല്ലെങ്കിൽ എവിടെയാണ് ഫസ്റ്റ് കണ്ണ് എവിടെ പോകുന്നു എന്നതിനെ പറ്റി നമുക്കൊരു പ്രെഡിക്റ്റീവ് ഹീറ്റ് മാപ്പ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമോ ആ ഒരു റിപ്പോർട്ട്. അപ്പോൾ അതിനുവേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ നേരത്തെ തന്നെ ഞാൻ വേറെ എന്തൊക്കെ ജനറേറ്റ് ഓപ്ഷൻ ആൾറെഡി എക്സിസ്റ്റിംഗ് സ്ക്രീനിൽ ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ ജനറേറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോട്ടോടൈപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പ്രോട്ടോടൈപ്പ് ആണെങ്കിൽ ഏത് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പം ഏത് സ്ക്രീനിലോട്ട് പോകും, അങ്ങനത്തെ ഫീച്ചേഴ്സാണ്. അതുപോലെ നമുക്ക് ഇവിടെ ആനിമേഷൻ ചെയ്യാനുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നമുക്കിനി ഇവിടെ നോട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് ഇവിടെ എന്തൊക്കെ ചേഞ്ച് ചെയ്യണമെന്ന് നമുക്കിവിടെ കമൻറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. പിന്നെ എനിക്കിനി ബ്രാൻഡിൻ്റെ പേര് മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് തന്നെ ടൈപ്പ് ചെയ്ത് മാറ്റാൻ പറ്റും കേട്ടോ. ജസ്റ്റ് ഇപ്പോൾ എനിക്ക് ഇവിടെ ഫിറ്റ്നസ് ബൈ ജോബിന് എന്നൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാൻ പറ്റും. ജോബ് അത്ര മതി. അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും. അല്ല നിങ്ങൾക്കത് പ്രോംപ്റ്റ് ചെയ്ത് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതിൻ്റെ സൈസ് മാറ്റാം, കളർ ചേഞ്ച് ചെയ്യാം, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പം നമുക്കിപ്പോൾ നമ്മുടെ ഹീറ്റ് മാപ്പ് ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ആദ്യം തന്നെ യൂസേഴ്സിൻ്റെ കണ്ണ് പോകുന്നത് ഇവിടെ ആയിരിക്കും, സ്റ്റാർട്ട് വർക്കൗട്ടിലുള്ളത്. അവിടെയാണ് കൂടുതൽ റെഡ് കളർ കാണുന്നത്. അതുപോലെ ഇവിടെയൊക്കെ ക്ലിക്ക് ചെയ്യാൻ സാധ്യത ഉണ്ട്. ഇതെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. അതാണ് അതിൻ്റെ ബെനിഫിറ്റ്സ്. ഇതൊക്കെയാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കോഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതും കൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി ഈ ഒരു സ്ക്രീൻ ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ മോർ ബട്ടണിൽ വരുമ്പോൾ ഫിഗ്മയിലോട്ട് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. ഫിഗ്മ എന്ന് പറഞ്ഞാൽ യൂഷ്വലി UX ഡിസൈനേഴ്സ് ഫിഗ്മയിൽ അല്ലെങ്കിൽ അഡോബിൻ്റെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്താണ് ഇതൊക്കെ ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ഫിഗ്മയിലോട്ട് നമുക്കിത് എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു ഫയൽ വരും. അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ സിപ്പാണ്. ഒന്ന് അൺസിപ്പ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു design.md ഫയലും കാണും, ഒരു PNG ഇമേജും കാണും. ഈ ഇമേജ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇമേജ് കാണാൻ പറ്റും. ഈ ഇമേജും ഈ design.mdയും നമ്മൾ ഏത് കോഡ് എഡിറ്റർ അല്ലെന്നുണ്ടെങ്കിൽ അസിസ്റ്റഡ് കോഡിങ് ഏജന്റിന് കൊടുത്താലും അത് നമുക്ക് ആ ഒരു ഡിസൈൻ കോഡായിട്ട് ജനറേറ്റ് ചെയ്ത് തരും. അതായത് ഇപ്പോൾ ആൻറ്റി ഗ്രാവിറ്റി ആയിക്കോട്ടെ, അതിനെപ്പറ്റി നമ്മൾ ആൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. കർസർ ആയിക്കോട്ടെ, അതുപോലത്തെ ടൂൾസ് യൂസ് ചെയ്ത് നമുക്ക് ഈ കോഡ് ജനറേറ്റ് ചെയ്യാനും പറ്റും. അതിനുവേണ്ടി നമുക്ക് വേറെയും ഓപ്ഷൻസ് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ജനറേറ്റ് ചെയ്തത് ഒരു മൊബൈൽ ആപ്പ് ആണല്ലോ. ഇനി നമുക്കൊരു വെബ്സൈറ്റ് ജനറേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഹോം പേജിലോട്ട് പോവാം. ഇനി ഇവിടെ നിന്ന് ഹോം പേജിലോട്ട് പോകാൻ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബാക്ക് ഗോ ടു ഓൾ പ്രൊജക്ട്സ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ ഏതൊക്കെ പ്രൊജക്ട്സ് നമ്മൾ ചെയ്ത് നോക്കി എന്നൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇനി നമുക്കിത് വെബിലോട്ട് മാറ്റാം. ഇനി ഇവിടെ നമുക്കൊരു പ്രോംപ്റ്റ് കൊടുക്കാം. ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഒന്ന് ജെമിനി ഓപ്പൺ ചെയ്യുകയാണ്.
ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് പ്രോട്ടോടൈപ്പിന് വേണ്ടി തന്നെ ഒരു വെബ്സൈറ്റ് ജനറേറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു, അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തു. നമുക്കിപ്പോൾ ഇവിടെ നമ്മുടെ ലാൻഡിംഗ് പേജിൽ നമുക്ക് ഇങ്ങനെ ഒരു ഹെഡിങ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഇമേജ് ഉണ്ട്, അതുപോലെ നമ്മുടെ സക്സസ് സ്റ്റോറി ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ടെസ്റ്റിമോണിയൽസ് ആണ്, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിവിടെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഏതൊക്കെ കോഴ്സസ് ഉണ്ട്, അതുപോലെ തന്നെ സൊല്യൂഷൻ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്, അതിലെന്തൊക്കെ കോഴ്സസ് ഉണ്ട്, ഇതെല്ലാം നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ നിന്ന് പ്ലേസ്ഡ് ആയിട്ടുള്ള അലുമിനീസിനെ കാണാൻ പറ്റുന്നുണ്ട്, അങ്ങനെയും ഒരു സെക്ഷൻ ഉണ്ട്. ഇതാണ് നമുക്ക് ആക്ച്വലി ജനറേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി ഞാൻ ഗൂഗിളിൻ്റെ ജെമിനിയിലോട്ട് വരുന്നുണ്ട്. നേരത്തെ കോപ്പി ചെയ്ത ലിങ്ക് ഒന്ന് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഒന്ന് പ്രോംപ്റ്റ് ചെയ്യാം, ഐ നീഡ് ടു ക്രിയേറ്റ് കോപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ പ്രോട്ടോടൈപ്പിൻ്റെ ഈ പേജിൽ വന്നപ്പോൾ ഇങ്ങനെ കാണിക്കുന്നില്ലേ, വാണ്ട് ടു നോ ഹൗ പീപ്പിൾ ലൈക്ക് യു ട്രാൻസ്ഫോംഡ് ദെയർ കരിയർ എന്നൊക്കെ കാണിക്കുന്നില്ലേ. അപ്പോൾ ഇതുപോലെ ഒരു പെർഫെക്റ്റ് കോപ്പി അതിൻ്റെ അടുത്ത് ജനറേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അതുപോലെ ഐ നീഡ് അലുമിനി സെക്ഷൻ, ഈ സൊല്യൂഷൻ ബിൽഡർ പ്രോഗ്രാം എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് നമ്മൾ ആൾറെഡി നീൽ സാർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ആ ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ മതിയാവും, മനസ്സിലാവുന്നതാണ്. പിന്നെ നമുക്ക് പേ ആഫ്റ്റർ പ്ലേസ്മെന്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. പേ ആഫ്റ്റർ ഓക്കെ, ഇങ്ങനെ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇവിടെ ഒരു പ്രോംപ്റ്റ് ജനറേറ്റ് ആയി വരുന്നുണ്ട്, ഇത് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോംപ്റ്റ് ഞാൻ കോപ്പി ചെയ്യുന്നു, ഇത് ഞാൻ വായിക്കാൻ നിൽക്കുന്നില്ല. ഇനി ജസ്റ്റ് സ്റ്റിച്ചിലോട്ട് വരുന്നു, ഇത് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. നമുക്കിവിടെ കാണാൻ പറ്റുന്നു ക്രിയേറ്റ് ആൻ അൾട്രാ പ്രീമിയം ഹൈ റിച്ച് എന്നൊക്കെ പറഞ്ഞ് സാധനം എഴുതിയിട്ടുണ്ട്. ഇനി താഴോട്ട് വരുമ്പോൾ ഞാൻ നേരത്തെ പറയാത്തൊരു ഓപ്ഷൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് യൂസ് design.md എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡിസൈൻ സിസ്റ്റം യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിസൈൻ സിസ്റ്റം ജനറേറ്റ് ചെയ്യാം. ഇനി നമുക്കിവിടെ പറയാം എൻ്റെ ഡിസൈൻ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ ബ്രാൻഡിൻ്റെ ലോഗോ ഇതാണ്. അപ്പോൾ നമുക്കിവിടെ വേണമെങ്കിൽ ലോഗോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ലോഗോന് വേണ്ടി ഞാൻ ജസ്റ്റ് പ്രോട്ടോടൈപ്പ് ലോഗോ ഡൗൺലോഡ് എന്നൊന്ന് സെർച്ച് ചെയ്യുന്നു. സെർച്ച് ചെയ്യുമ്പം തന്നെ ഇവിടെ എനിക്ക് കിട്ടി, പ്രോട്ടോടൈപ്പിൻ്റെ ലോഗോ കിട്ടി. അത് ഞാൻ ജസ്റ്റ് സേവ് ഇമേജ് കൊടുക്കുന്നു, പ്രോട്ടോടൈപ്പ് ലോഗോ എന്ന് പറഞ്ഞ് ഞാൻ ഡൗൺലോഡ്സിൽ സേവ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഡിസൈൻസിൻ്റെ ഇവിടെ വന്നിട്ട് പ്രോട്ടോടൈപ്പിൻ്റെ ലോഗോ ഇവിടെ ഡൗൺലോഡ്സിലുണ്ട്, ഞാനത് അപ്ലോഡ് ചെയ്തു. ഇനി എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോണ്ടൊക്കെ അപ്ലോഡ് ചെയ്യാം. എനിക്ക് ഇങ്ങനത്തെ ഫോണ്ട് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ എന്നൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം. പക്ഷെ ഞാൻ അത് യൂസ് ചെയ്യുന്നില്ല, ബട്ട് ഇവിടെ കണ്ടിന്യൂ കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അപ്ലോഡ് ജനറേറ്റ് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കാണാം എന്താണ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരാൻ പോകുന്നതെന്ന്. ഇപ്പോൾ നമ്മൾ കൊടുത്ത സാധനമൊക്കെ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പ്രോട്ടോടൈപ്പിൻ്റെ ലോഗോ ഓൺ ദ സ്പോട്ട് കൊണ്ടുവന്ന് ഈ ക്യാൻവാസിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഓരോന്നും ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ജനറേറ്റിംഗ് ഡിസൈൻ സിസ്റ്റം, നമുക്ക് വേണ്ടി ഒരു ഡിസൈൻ സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജെമിനി ജനറേറ്റ് ചെയ്യുന്നതെന്ന പ്രോംപ്റ്റിൽ കുറച്ച് ഏതൊക്കെ കളർ യൂസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ആ കളർ എന്തായാലും യൂസ് ചെയ്യും കേട്ടോ. ഞാനൊന്ന് ഇരുന്ന് വായിച്ച് അതൊക്കെ ഒന്ന് പെർഫെക്റ്റ് ആക്കിയിരുന്നെങ്കിൽ കൊള്ളാം. പിന്നെ നമുക്ക് എന്തിനാണ് ഇവിടെ ഡിസൈനറിൻ്റെ നോളജ് അല്ലെങ്കിൽ ഡെവലപ്പറിൻ്റെ നോളജ് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇപ്പം തന്നെ കണ്ടില്ലേ എന്തൊക്കെ ലേ ഔട്ട് വരണം, അതുപോലെ തന്നെ എന്ത് ഫോണ്ട് എവിടെ യൂസ് ചെയ്യണം. അതിപ്പോൾ ഓരോ വെബ്സൈറ്റിൽ ഓരോ രീതിയിലുള്ള ഫോണ്ട് യൂസ് ചെയ്യണത് വിവിധ പർപ്പസ് ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ ഗ്ലാസ് മോർഫിക് കാർഡ് ഡിസൈൻ എന്താണ്, കോഡ് എന്താണ്, ഇത് എന്തിനാണെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് ഇതൊന്നും പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ, വെറുതെ കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ എന്തിനാണ് ഈ ഓരോ ഡിസൈൻ സിസ്റ്റം അല്ലെന്നുണ്ടെങ്കിൽ ഓരോ ടൈപ്പിലുള്ള ഡിസൈൻസ് യൂസ് ചെയ്യണമെന്ന് അറിയാവുന്ന ഒരു പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ വേറെ ലെവൽ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെയാണ് ഒരു ഡിസൈൻ അറിയാവുന്ന ഒരാൾ പ്രോംപ്റ്റ് ചെയ്ത് ഇത് ജനറേറ്റ് ചെയ്യുന്നതും അല്ലാതെ ഒരാൾ ജനറേറ്റ് ചെയ്യുന്നതിൻ്റെയും വ്യത്യാസം വരാൻ പോകുന്നത്. A few moments later. നമുക്കിപ്പോൾ ഡിസൈൻ സിസ്റ്റം ജനറേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം ഏതൊക്കെ കളറാണ് യൂസ് ചെയ്യാൻ പോകുന്നതെന്ന്. അതുപോലെ ഓരോ സ്ക്രീൻസ് ജനറേറ്റ് ആവുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ഓടി നടന്ന് ഓരോ പണി ചെയ്യുന്നുണ്ട്, അതും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്കിപ്പോൾ ഡിസൈൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് സൂം ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കാം. 2 പേജ് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഒന്ന് ആനിമേറ്റഡ് ആണ്, ഒന്ന് അല്ലാതെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. നോക്കുമ്പോൾ തന്നെ ഇപ്പം അഡ്മിഷൻ ഓപ്പൺ ആണെന്ന് കാണിക്കുന്നുണ്ട്. സ്റ്റോപ്പ് ജസ്റ്റ് കോഡിംഗ്, സ്റ്റാർട്ട് ബിൽഡിംഗ് ഹൈ വാല്യൂ സൊല്യൂഷൻസ്. അതുപോലെ നമുക്ക് 2500+ പ്ലേസ്മെൻ്റ് എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ അത് തെറ്റായ ഒരു ഇൻഫോർമേഷൻ ആണ്. അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ,
ഇപ്പം നമുക്ക് 2345 പ്ലസ് ആണ് ആയത് ഇന്ന് വീഡിയോ എടുക്കുന്ന ഈ ഒരു സമയത്ത്. അപ്പം നമുക്കൊരു 2300 പ്ലസ് എന്ന് ഇട്ടേക്കാം. 2345 ആണെങ്കിലും 2300 പ്ലസ് എന്ന് ഇട്ടേക്കാം. അതുപോലെ തന്നെ ഹയസ്റ്റ് പാക്കേജ് എത്രയാണ് പോയിട്ടുള്ളത്, അങ്ങനെ പല കാര്യങ്ങളും. അതുപോലെ നമുക്ക് സ്റ്റാർട്ട് മൈ ജേണി എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. പിന്നെ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള കോഴ്സസ് കാണിക്കും. ഇപ്പം കോഴ്സസിൻ്റെ നമുക്ക് ഇനി പേര് മാറ്റാൻ പറ്റും. ഇപ്പോൾ ഇവിടെ പേര് ഇപ്പം മേൺ സ്റ്റാക്ക് എ ഇൻ്റഗ്രേറ്റഡ് ആണ്, എല്ലാ പ്രോഗ്രാമും എ ഇൻ്റഗ്രേറ്റഡ് ആണ്. അപ്പം നമുക്ക് എ ഇൻ്റഗ്രേറ്റഡ് മേൺ എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ ഓരോന്നും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നുള്ളൂ. സൈബർ സെക്യൂരിറ്റി ഉണ്ട്, മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ് ഉണ്ട്, അങ്ങനെ പല പല കോഴ്സസ് ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ മാറുന്ന രീതിയിലാണ് ഈ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റാനേ ഉള്ളൂ. പിന്നെ സൊല്യൂഷൻ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിനെ പറ്റി കാണിക്കുന്നുണ്ട്. സൊല്യൂഷൻ ബിൽഡേഴ്സിൻ്റെ ബെനിഫിറ്റ് എന്താണ്, പിന്നെ നമ്മുടെ അലുമിനി നെറ്റ്വർക്ക്, നമ്മുടെ അലുമിനീസ് എവിടെയൊക്കെ പ്ലേസ്ഡ് ആയിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ ജനറേറ്റ് ചെയ്ത് തന്ന ഇമേജസ് ആണ്, എവിടെയൊക്കെ വർക്ക് ചെയ്യുന്നു, ആമസോൺ, മൈക്രോസോഫ്റ്റ് എന്നൊക്കെ കാണിക്കുന്നതാണ്. അത് ജസ്റ്റ് ഡമ്മി ഡേറ്റയാണ്. അവർ തന്നിട്ടുള്ള നമ്മളെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് എന്താണ് അത് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. ഇതൊക്കെ ജസ്റ്റ് ഡമ്മി ഡേറ്റ വെച്ച് ജനറേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമുക്കൊരു കോൺടാക്റ്റസ് ഫോമും ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ എത്ര പേജസ് വേണം അതെല്ലാം കൊടുക്കാം. ഇവിടെ നമുക്ക് പേ ആഫ്റ്റർ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളിവിടെ പ്രോട്ടോടൈപ്പിൽ വന്ന് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ജോലി കിട്ടിയതിന് ശേഷം മാത്രം ഫീസ് അടച്ചാൽ മതി, അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ prototype.com എന്ന വെബ്സൈറ്റ് ആണ്. ഇനി ഈ ഡിസൈൻ എങ്ങനെ നമുക്ക് കോഡാക്കി മാറ്റാൻ പറ്റും, അതാണ് ഇനി നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യം. അപ്പോൾ ഈ ഡിസൈൻ ഒന്ന് ഞാൻ സെലക്ട് ചെയ്തു. ഇത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്റ്റുഡിയോയിലോട്ട് എക്സ്പോർട്ട് ചെയ്യാം. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റുഡിയോ, ഗൂഗിളിൻ്റെ സ്റ്റുഡിയോ നമുക്കിത് കോഡാക്കി ബിൽഡ് ചെയ്ത് വെബ്സൈറ്റ് ലിങ്ക് ആക്കി തരും. ബേസിക് സിമ്പിൾ വെബ്സൈറ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടി അത് തന്നെ മതിയാവും. അല്ല നമുക്ക് ഇനി നമ്മുടെ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന കോഡ് എഡിറ്ററിലൊക്കെ നമുക്ക് ഈ കോഡ് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും വഴിയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ബട്ട് അതിന് മുമ്പ് ഫിഗ്മയിലോട്ട് മാറ്റാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിഗ്മയിലോട്ട് മാറ്റാൻ പറ്റും. പിന്നെ MCP ഓപ്ഷൻ ഉണ്ട്. അത് പറയണതിന് മുമ്പ് നമുക്ക് ലവബിളിലോട്ട് മാറ്റാം. നമ്മൾ ലവബിളിനെ പറ്റി ആൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലവബിളിലോട്ട് കൺവേർട്ട് ചെയ്ത് ലവബിളിൽ അത് ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് സിപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സിപ്പ് ഫയൽ ജനറേറ്റ് ആയി വരും. അതൊന്ന് നമ്മൾ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ design.mdയും സ്ക്രീനിൻ്റെ ഇമേജും കിട്ടും. നമുക്ക് നേരത്തെ കിട്ടിയതുപോലെ തന്നെയാണ്, നമ്മൾ മൊബൈൽ ആപ്പിൽ എക്സ്പോർട്ട് ചെയ്ത് കാണിച്ചു തന്നല്ലോ, അതുപോലെ തന്നെയാണ്. ഇനി നമുക്കിവിടെ എക്സ്പോർട്ടിൽ ഒരു ഓപ്ഷനും കൂടെ മെയിനായിട്ട് പറയാനുണ്ട്. കോഡ് ടു ക്ലിപ്പ് ബോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. ഇത് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് ഞാൻ ഓൺലൈൻ HTML വ്യൂവറിലോട്ട് പേസ്റ്റ് ചെയ്യാൻ പോവാം. അതിലോട്ട് നമുക്കൊന്ന് പേസ്റ്റ് ചെയ്താൽ ഈ ഡിസൈൻ നമുക്കിവിടെ പെർഫെക്റ്റ്ലി കാണാൻ പറ്റും. കണ്ടില്ലേ, ആ ഒരു HTML കോഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഓരോന്നും ബട്ടണാണ്. നമ്മളിതൊന്ന് കോഡ് എഡിറ്ററിലോട്ട് പ്രോപ്പർലി മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ബാക്കി കോഡ് എഴുതി നമുക്കിതെല്ലാം വർക്കിംഗ് ആക്കി നമുക്ക് ഹോസ്റ്റിംഗ് ഒക്കെ ചെയ്യാവുന്നതാണ്. നമ്മൾ ആൾറെഡി ഒരുപാട് വീഡിയോസ് നമ്മൾ ഈ പേജിൽ ഇടുന്നുണ്ട്. ആ വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ഇനി ബിൽഡ് ചെയ്യാനുള്ള ഐഡിയാസ് എന്തായാലും കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പോർട്ടിംഗ് മെത്തേഡാണ് ഇവിടെ എക്സ്പോർട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ MCPനെ പറ്റി നമ്മൾ ആൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കാം. MCP യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എഡിറ്റർ, അതിപ്പോൾ കർസർ ആയിക്കോട്ടെ, ആൻറ്റി ഗ്രാവിറ്റി ആയിക്കോട്ടെ, അതിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാനും ആ ഒരു കോഡ് എഡിറ്ററിൻ്റെ അടുത്ത് നമുക്ക് പ്രോംപ്റ്റ് ചെയ്ത് തന്നെ ഇതിലുള്ള ഡിസൈൻസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് കോഡ് ജനറേറ്റ് ചെയ്യാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതെല്ലാം നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിക്കോ. അപ്പോൾ MCPയുടെ വീഡിയോ എന്തായാലും കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ എന്തായാലും കണ്ടോയിക്കോ. ഞാൻ എൻ്റെ കാർഡിലും ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെ പുതുപുത്ത ടെക് അപ്ഡേറ്റ്സ് നമ്മൾ റിലീസ് ചെയ്യുന്ന ഓൺ ദി സ്പോട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇറ്റ്സ് മീ ജോബിൻ സെൽവാനോ സൈനിങ് ഔട്ട്.